ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോഴത്തെ പാലക്കാട് വടക്കഞ്ചേരി മംഗലം പാലം സമീപം നമ്മുടെ അലിയനന്റെ വീട്ടിലാണ് കേട്ടോ. പുതിയ ഷോറൂം ആരംഭിക്കുകയാണ്. ഇപ്പോൾ കിടിലം വണ്ടി ഇന്നോവ, ചെറിയ ബഡ്ജറ്റിൽ ഇന്നോവ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ചോദിച്ചു ഒരുപാട് ആൾക്കാർ നമ്മുടെ കസ്റ്റമർ വിളിക്കാറുണ്ട്. നമ്മുടെ അലിയൻ്റെ ഇപ്പോൾ 2 വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി, അതേപോലെ തന്നെ ടോട്ടൽ 5 വണ്ടിയാണ്. 5 വണ്ടിയും ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. നമുക്കൊന്ന് പരിചയപ്പെട്ടല്ലോ. വീട്ടിലാണ് ഇപ്പോൾ ഷോറൂം ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഷോറൂമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ്? മെയിൻ റോഡിലാണ്, ഹൈവേയിലാണ്. നമ്മുടെ ഏതൊക്കെ വണ്ടി ഉണ്ട് ഇപ്പോൾ ഈ നിലവിൽ? ഇവിടെ അല്ലാത്ത വണ്ടി ഏതൊക്കെ ഉണ്ട്? ഇവിടെ അല്ലാത്ത ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, 2018 ഇന്നോവ ക്രിസ്റ്റ. എവിടെയാണ്? 2 ഉണ്ട്. അതിന് കോഴിക്കോട് മറ്റേ RTO കാണിക്കാൻ കൊണ്ടുപോയി. കോഴിക്കോട് RTO കാണിക്കാൻ വേണ്ടി ക്രിസ്റ്റ കൊണ്ടുപോയിട്ടുണ്ട്. ക്രിസ്റ്റ ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട്. മൂപ്പന്റെ കോൺടാക്ട് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് കൊടുക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഇന്നോവയല്ല ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വണ്ടി നിലവിലുള്ളത് 2 ഇന്നോവ. ഇത് ഏതാ മോഡൽ? ഇത് 2008 വലിയ ഒരു പ്രത്യേകത ഉണ്ട്. വണ്ടി എല്ലാം ക്ലീൻ സർവീസ് ചെയ്ത് പക്ക വീഡിയോസ് നോക്കിത്തേക്കുള്ളൂ. പക്ക ക്വാളിറ്റി ആയി 4 ടയർ പുതിയ, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റി. റീ രജിസ്ട്രേഷൻ 2028 വരെ പേപ്പർ. 2028 വരെ പേപ്പർ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇതിന് ആസ്കി കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 196. 1,90,000 ജനുവിലാണ്. കറക്റ്റ് ആണ്. ഹിസ്റ്ററി നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. നമ്പർ നമ്മൾ ഓപ്പൺ ആണ്. നമ്പർ ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കാം. വണ്ടി എല്ലാം ക്ലീൻ പീസ് ആയി വെച്ചിട്ട് നോക്കിക്കോളൂ. ബോഡി ഒന്നും സ്ക്രാച്ചുകൾ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇതിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഏതാ? G4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി നോക്കൂ, നല്ല ക്വാളിറ്റിയായി തന്നെ ഇന്നോവ വെച്ചിട്ട് നോക്കൂ. 7 സീറ്റർ വണ്ടി, നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. സീറ്റൊക്കെ പുതിയതൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയായി തന്നെ കസ്റ്റമർ വെച്ചിട്ട് നോക്കിക്കോളൂ. വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. ടയേഴ്സ് ഒക്കെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ടയേഴ്സ് എല്ലാം പുതിയതാണ്. ഇതാ നോക്കിക്കോളൂ. ബാക്കിലുള്ള ഒരു ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെയൊന്നുമില്ല. ബോഡി പാനൊക്കെ പക്ക ക്വാളിറ്റി ഒക്കെ തന്നെ വെച്ചിട്ട് നോക്കണം. വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. നല്ല ക്വാളിറ്റി. G4 കൺവേർട്ട് ചെയ്തത് എല്ലാം പക്ക കണ്ടീഷൻ ആക്കി തന്നെ വെച്ചിട്ടുണ്ട് അല്ലേ? നല്ല കണ്ടീഷൻ തന്നെ നോക്കണം. ഇന്ത്യൻ ബാങ്കുകൾ ഇതിന്റെ കിലോമീറ്റർ വേണമെങ്കിൽ കാണിച്ചു തരാം. 1,96,000 ജനുവൽ അല്ലേ? 1,96,000 കിലോമീറ്റർ ജനുവൽ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് ആക്സിഡന്റ് റീപ്ലേസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു വണ്ടി നമ്മൾ എടുക്കില്ല. ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊക്കെ കൊണ്ടുവന്ന് കറക്റ്റായി ചെയ്തിട്ട് എല്ലാം ജനുവലാണ്. ഗ്ലാസ് എല്ലാം ജനുവലാണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ക ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ഇന്നോവ. 2008 വരെ പേപ്പർ. പിന്നെ മൂപ്പരെല്ലാം സർവീസ്, ഓയിൽ സർവീസ് തൊട്ട് എല്ലാം ചെയ്തിട്ടുള്ള ഓയിൽ സർവീസ് ഒക്കെ ചെയ്ത് പക്കായിട്ട് ബോണ്ട് തുറന്നു തരാം. ബോണ്ട് തുറന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി തട്ടലോ ആക്സിഡന്റ് റീപ്ലേസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാണിച്ചത് നമ്മള് എഞ്ചിൻ ഭാഗം നോക്കിക്കോളൂ. അപ്രോണൊക്കെ പക്ക തന്നെയാണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. തട്ടലോ മുട്ടലോ അങ്ങനെ ഒന്നുമില്ല. നോക്കുള്ളൂ. എഞ്ചിൻ ഭാഗം പക്ക ഗുഡ്. ബാറ്ററി പുതിയതാണ്. പുതിയ ബാറ്ററിന്റെ വാറന്റി ഉള്ള ബാറ്ററിയാണ്. എഞ്ചിൻ അപ്രോണൊക്കെ നോക്കിക്കോളൂ. പക്ക ക്വാളിറ്റി. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകിച്ച് പുതിയ ബാറ്ററി, വാറന്റി ഉള്ള ബാറ്ററി എല്ലാം ഇട്ടിട്ടുണ്ട്. എഞ്ചിൻ ഭാഗമൊക്കെ നോക്കിക്കോളൂ. പക്ക ഗുഡ് കണ്ടീഷൻ തന്നെയാണ് ഇന്നോവ. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി. എല്ലാം വർക്ക് ചെയ്ത് പെയിന്റ് ഒക്കെ ചെയ്ത് പക്ക ക്വാളിറ്റി. 2028 പേപ്പർ, 4 ടയർ പുതിയത്. സ്റ്റെപ്പിന് എല്ലാം പക്കല്ലേ? ഒന്നും നോക്കണ്ട. ഓടിച്ചാൽ മാത്രം മതി. ഏത് കംപ്ലൈന്റും ഇല്ല. ഓടിച്ചാൽ മാത്രം മതി. ഡീസൽ അടിക്കുക, ഓടിക്കാൻ അത്രേ ഉള്ളൂ. പക്ക ക്വാളിറ്റി തന്നെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? 4,25. അലിയണ, ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാ? 4,25 വില. പിന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരും 4,20,000 അല്ലേ? 4,20,000 2028 വരെ പേപ്പർ. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ക കണ്ടീഷൻ ഇന്നോവ കൺവേർട്ട് ചെയ്ത് പക്ക പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് പെയിന്റ്, ഹെഡ്ലൈറ്റിൽ എല്ലാം പുതിയതിട്ട് പക്ക ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് വെറും 4,20,000 ഒറിജിനൽ 1,96,000 കിലോമീറ്ററോടെ ഇന്നോവയ്ക്ക് 1,96,000 ഒന്നുമല്ല അല്ലെ? ഒന്നുമല്ല. ഇത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേകിച്ച് ഓഫർ ഉണ്ട്. താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓയിൽ സർവീസ് തൊട്ട് എല്ലാം മാറ്റിട്ട് വെറും ഡീസൽ അടിക്കുക ഓടാന്നല്ലേ? പക്ക കണ്ടീഷൻ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. 4,20,000 നല്ലൊരു G4 ഇന്നോവ 2028 വരെ പേപ്പറുള്ള സ്വന്തമാക്കുക. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം പക്ക കണ്ടീഷനാണ്. അടുത്ത വീണ്ടും ഒരു ഇന്നോവ. ഇന്നോവ എത്രയും മോഡൽ? പുതിയ ഇത് 2008 ആണ്. 2008 ഒറിജിനൽ കേരളയാണ്? ഒറിജിനൽ അല്ല, റീ ആണ്. പക്ഷെ ഇത് ഓൾഡ് മോഡൽ ആണല്ലേ? ഓൾഡ് മോഡലാണ്.
അത് G4 കൺവേർട്ട് ചെയ്തിട്ട് ഇത് ഓൾഡ് മോഡൽ തന്നെയാണ്. ഇത് ഒന്നും ചെയ്യണ്ട, ഫാമിലി വണ്ടിയാ. ഫാമിലി ഓടിച്ചോണ്ടിരുന്ന വണ്ടി ആയതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒരു പെയിന്റ് ഒന്നും അനങ്ങിയിട്ടില്ല. അലവിലെല്ലാം ഉണ്ട് അല്ലേ? എല്ലാം കറക്റ്റ് ആണ്. പക്കാണ് കണ്ടീഷൻ. ഇന്ത്യയിലൊക്കെ നോക്കിക്കോളൂ, നല്ല ക്വാളിറ്റി വണ്ടി. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, പക്ക ക്വാളിറ്റി വെച്ചിട്ട് അലവിലും സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. ഇതാ ബാക്ക് ഒക്കെ നോക്കിക്കോളൂ. ഒരു ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. നോക്കൂ, പക്ക ക്വാളിറ്റി വണ്ടി, അലൈസ് എല്ലാം ഉണ്ട്. ഇതാ ഇന്ത്യയിലൊക്കെ കാണിച്ചു തരാം. പക്ക ക്വാളിറ്റി വണ്ടി. അലൈവിൽ എക്സ്ട്രാ ചെയ്താണോ അല്ലേ? അലൈവിൽ എക്സ്ട്രാ ചെയ്താണ്. 2028 വരെ പേപ്പർ ഉണ്ട് അല്ലേ? 2028 വരെ പേപ്പർ ഉണ്ട്. 2028 വരെ പേപ്പറിന്റെ എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് എഞ്ചിൻ ഭാഗം ബോണ്ട് തുറന്ന് കാണിച്ചത്. ബോണ്ട് തുറന്നിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ നോക്കിക്കോളൂ, ഒറിജിനൽ ഗ്ലാസ്സിന് ഒന്നും മാറ്റിയിട്ടില്ല. എല്ലാം പക്ക ഒറിജിനൽ ഗ്ലാസ് തന്നെയാണോ നോക്കിക്കോളൂ. എല്ലാം ഒറിജിനൽ ഗ്ലാസ്സിന് ഒന്നും ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന്റെ ഇഞ്ചൻ നോക്കിയാ അറിയാം, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ഇഞ്ചൻ നോക്കിയാ. ഇഞ്ചിൻ ഭാഗങ്ങൾ നോക്കിക്കോളൂ. ഇതും പുതിയ ബാറ്ററി ആണെന്ന് തോന്നുന്നു അല്ലേ? പുതിയ ബാറ്ററി ഇന്നലെ എടുത്താണ്. ഇന്നലെ ഇട്ട ബാറ്ററി, പുതിയ ബാറ്ററിയുടെ വാറന്റി കാർഡൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം വണ്ടി തന്നെ ഉണ്ട്. എഞ്ചിൻ ഭാഗങ്ങളൊക്കെ നോക്കിക്കോളൂ, പക്ക ഗുഡ് കണ്ടീഷൻ തന്നെയാണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, പക്ക ക്വാളിറ്റി വണ്ടിയാണ്. സർവീസ് എല്ലാം പക്കാണ്. ഒരു റീപെന്റ് ആക്സിഡന്റ് അങ്ങനെ ഒന്നുമേ ഇല്ല. പക്ക ക്വാളിറ്റി ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാ? ഒരു 365 കിട്ടിയ കൊടുക്കും അല്ലേ? വെറും 3,65,000 രൂപയ്ക്ക് നല്ലൊരു 7 സീറ്റർ ഇന്നോവ സ്വന്തമാക്കാം. 2008 2028 പേപ്പർ. ഇൻഷുറൻസ് എത്രയുണ്ട്? ഇൻഷുറൻസ് ഒരു വർഷം ഫുൾ ആയിട്ടുണ്ട്. ഒരു വർഷം ഇൻഷുറൻസ് നോക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു മാരുതിയോ അല്ലെ ഒരു ഓൾട്ടോ ആണ് കാശിന്റെ 7 സീറ്റർ വണ്ടിയായി. പിന്നെ ഇന്നോവനെ കുറിച്ച് കസ്റ്റമർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 180. 1,00,000 ജനുവലാണ്. 1,80,000 കിലോമീറ്റർ ജനുവൽ കിലോമീറ്റർ ആണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാം നോക്കി നമ്പർ നമ്മൾ കാണിച്ചിട്ട് തന്നെ വീഡിയോ എടുക്കുന്ന എല്ലാം നോക്കി വിശ്വസിച്ചെടുത്താൽ എല്ലാം ചെക്ക് ചെയ്ത് അല്ലേ? എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് വേണമെങ്കിൽ വർക്ക്ഷോപ്പ് തന്നെ വിളിച്ചിട്ട് വന്ന് എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾ വിശ്വാസത്തോടെ വണ്ടി എടുത്തോളൂ. ഓട്ടി നോക്കി എല്ലാം AC എല്ലാം വർക്കിംഗ് ആണോ എല്ലാം നോക്കി തൃപ്തിപ്പെടാൻ ശേഷം വണ്ടി എടുത്താൽ 3,60,000 രൂപയാണ്. എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ട് നിർത്തി. വെറും 3,60,000 2008 28 വരെ പേപ്പർ, ഇൻഷുറൻസ് എല്ലാം പക്ക, ഓയിൽ സർവീസ് എല്ലാം പക്കാണ്. ഒന്നും നോക്കണ്ട. ഒരു ഡീസൽ അടിച്ച് ഓടാന്നല്ല എല്ലാ സർവീസും അലിയൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചെയ്ത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വെറും 3,60,000. അല്ലെ അടുത്തത് വണ്ടി ഇത് 2010 വാഗണർ LX ആണ്. വാഗണർ LX 2030 വരെ പേപ്പർ. പുതിയ ടെസ്റ്റ് കാണിച്ചു. ഒന്നും നോക്കണം. 5 വർഷത്തേക്ക് ഒന്നും നോക്കണം. സർവീസ് എല്ലാം പക്കാണ്. എല്ലാം പക്കയാണ്. സർവീസ് എല്ലാം പക്കാണ്. ടയറൊക്കെ ഒരു 90% ടയേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ കാണിച്ചാൽ സീറ്റൊക്കെ പുതിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഗണർ ഒരുപാട് ആൾക്കാർ ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. ചെറിയ റേറ്റിന് ഇപ്പൊ പറ്റിയ വണ്ടി അധികം ഉണ്ടാവില്ല. വാഗണർ നല്ല ക്വാളിറ്റി വണ്ടി. സീറ്റൊക്കെ നോക്കിക്കോളൂ, പക്ക സർവീസ് എല്ലാം ചെയ്ത്. ടയേഴ്സ് ബാക്ക് 2 പുതിയതാണ്. ഫ്രണ്ട് ഒരു 70% ടയേഴ്സ് ഉള്ളൂ. നോക്കിക്കോളൂ. ഫാൻസി നമ്പർ ആണെന്നോ അല്ലേ? ഫാൻസി നമ്പർ ആണ്. 0044. സിംഗിൾ ഓണർ ആണത്. സെക്കൻഡ് ഓണർ. പഴയ മാതിരി നമുക്ക് പേര് മാറ്റാതെ വണ്ടി തരില്ല. അതുകൊണ്ടാണ് ആദ്യം ലേഡി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ഇപ്പൊ എന്റെ പേരിലേക്ക് മാറ്റി. ഓക്കെ, ലേഡി ഉപയോഗിച്ച വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? അത് കിലോമീറ്റർ 1,16. 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയ ടെസ്റ്റ് കാണിക്കുന്നുണ്ട്. എല്ലാ സർവീസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും. എല്ലാം കറക്റ്റ് ആണ് അല്ലേ? എല്ലാ സർവീസ് എല്ലാം ചെയ്തിട്ട് പക്ക കണ്ടീഷൻ ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇത് കാണിക്കാം, കാണിച്ചു തരാം കേട്ടോ. എഞ്ചിൻ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. കാരണം ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം ചോദിച്ചിട്ട്. അപ്രോണ അടിച്ചിട്ടുണ്ടോ, തട്ടലോ മുട്ടലോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ് അവർ ചോദിച്ചത്. നമുക്ക് എഞ്ചിൻ ഭാഗം തൊട്ട് എല്ലാം കാണിച്ചു തരാം. ടെസ്റ്റ് ഒക്കെ കാണിച്ച് പക്ക ക്വാളിറ്റി വാഗണറാണ്. ഇത് 2010 2010 വരുമ്പോ ഇനി 2030 വരെ ടെസ്റ്റ് 2030 വരെ 5 കൊല്ലത്തേക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എഞ്ചിൻ ഭാഗങ്ങൾ അപ്രോണൊക്കെ നോക്കിക്കോളൂ. ഒരു തട്ടലോ മുട്ടലൊന്നും ഇല്ല. നോക്കിക്കോളൂ, എല്ലാം ഒരു ലേഡി ഉപയോഗിച്ച വണ്ടിയാണ്. പക്ക ക്വാളിറ്റി. ബാറ്ററി എല്ലാം പുതിയതാണ്. അതല്ലേ? പുതിയതാണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പുറം എന്താ നോക്കിക്കോളൂ, എല്ലാം ഒറിജിനൽ വണ്ടി. കമ്പനി വന്ന അതേ സെയിം സാധനം തന്നെയാണ്. ഒന്നും മാറ്റിയിട്ടില്ല. ഒരു ലേഡി മാത്രമേ ഓടിച്ചിട്ടുള്ളൂ, വേറെ ആരും ഓടിച്ചിട്ടില്ല. അവരിപ്പോ നമ്മളുടെ പേരിലേക്ക് മാറ്റാണ്ട് തരില്ല. അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് സെക്കൻഡ് ഓണർ കൊണ്ട് നോക്കേണ്ട. വണ്ടി നോക്കുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട വണ്ടി എടുത്തിട്ട് പോവുക. AC എല്ലാം പക്ക കണ്ടീഷൻ തന്നെ എല്ലാം നോക്കി ഇഷ്ടപ്പെടുന്ന ശേഷം. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാ? ഇതിന്റെ ഒരു 1,95 1,90 കൊടുക്കാം നിങ്ങളുടെ പേര് അല്ലേ? 1,90,000 രൂപയ്ക്ക് 2010 5 വർഷത്തേക്ക് പേപ്പർ. ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്താ? ഇൻഷുറൻസ് 2 മാസം കഴിഞ്ഞാൽ കഴിയും. ഇൻഷുറൻസ് കഴിയാനായിട്ട് 2 മാസം കഴിഞ്ഞാൽ ഇൻഷുറൻസ് കഴിയും. ഇത് പുതിയ പേപ്പർ. 5 കൊല്ലത്തേക്ക് 2030 വരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ സർവീസ്, ഓയിൽ സർവീസ് തൊട്ട് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ലാസ്റ്റ് 1,90,000 രൂപ. 2,5 വിലയിട്ടതാണ്. 1,90. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് വന്ന 1,90. 1,90 നമുക്ക് നല്ലൊരു വാഗണർ, ഹൈ ക്വാളിറ്റി വാഗണർ, പുതിയ പേപ്പറിൽ വാഗണർ സ്വന്തമാക്കാം. വീണ്ടും ഒരു വാഗണറിന് എത്രയുടെ മോഡൽ? ഇത് 2016.
2016 LXI. 2016 LXI ആണ്. ഇതിന് നമുക്ക് ലോൺ കിട്ടുമോ? ഇതിന് 2.75 വരെ ലോൺ കിട്ടും. 2.75 വരെ ലോൺ കിട്ടും. 2016 ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. ഇതും ഒരു ലേഡിന്റെ മകളുടെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നത്. മകളുടെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. കാരണം ഇത് മാറ്റാൻ നമുക്ക് തരാത്തതുകൊണ്ട് അവർ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിലൊക്കെ കാണിച്ചു തരാം. എല്ലാം ഒറിജിനൽ, ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെ, ഒന്നും നോക്കേണ്ട ആവശ്യം. 2016 ആണ്. ഇന്ത്യയിൽ ആകെ 61,000 കിലോമീറ്റർ. വെറും 61,000 കിലോമീറ്റർ. സീറ്റ് ഒക്കെ ചെയ്തിട്ടോ. കസ്റ്റമർ നമുക്ക് സീറ്റ് ഒക്കെ ചെയ്ത് പക്ക ക്വാളിറ്റി ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട്. വണ്ടി വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും. നോക്കണം, ബാക്ക് ഒക്കെ കാണിച്ചു തരാം. സ്റ്റെപ്പിന് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഒന്നും നോക്കണ്ട, എല്ലാം പക്ക കണ്ടീഷൻ തന്നെയാണ്. 2016 ടയേഴ്സ് ഒക്കെ ഒരു 70% ടയേഴ്സ് ഉണ്ട്. വെറും 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഗ്ലാസ് റീപ്ലേസ് അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. എല്ലാം ഒറിജിനൽ പക്ക ക്വാളിറ്റി. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാ? ഇത് നമ്മൾക്കൊരു 3.70 പറയണത്. നിങ്ങളുടെ പേര് പറഞ്ഞാൽ 3.65 കൊടുക്കും. 3,65,000 രൂപയ്ക്ക് 2016 സെക്കൻഡ് ഓൺഷിപ്പ് പറയാൻ കാരണം, സെക്കൻഡ് ഓൺഷിപ്പ് പറഞ്ഞാൽ നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ പേര് മാറാതെ വണ്ടി തരുന്നില്ല. അതുകൊണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് ആയിരിക്കാണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ 2016 3,60,000 അല്ലേ? 60,000. അതിന് 5 രൂപ വേണമെങ്കിൽ ഇഞ്ഞാലും കമ്മി. നിങ്ങളുടെ പേര് പറഞ്ഞു വന്നാൽ 5 രൂപ കമ്മി ആയിക്കോട്ടെ. 3.55 3.55 നമ്മുടെ വീഡിയോസ് കണ്ടു വരുന്നവർക്ക് 3.55 പ്രത്യേകിച്ച് പറയണം. നമ്മുടെ യൂട്യൂബ് കണ്ടു വരികയാണെന്ന് 3,55,000 രൂപയ്ക്ക് 2016 സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വാഗൺ 2,70,000 രൂപ ലോൺ കിട്ടും. നമ്മള് ലോൺ എങ്ങനെയാണ്? ബാങ്ക് ആണോ? നിങ്ങൾ ബാങ്ക് അല്ല, ശ്രീരാമ പോലെ ഇവിടെ വടക്കഞ്ചേരിയിൽ ബാങ്ക് അലോട്ട് ഇല്ലാത്തതുകൊണ്ട് ഇല്ല. പിന്നെ ഇപ്പൊ നമ്മൾക്ക് കോഴിക്കോട് ഭാഗത്ത് പറഞ്ഞാൽ ബാങ്കിൽ ഇട്ട് കൊടുക്കും. ബാങ്ക് ഇട്ടു എവിടെയാണെങ്കിൽ നമുക്ക് ലോണുള്ള സംവിധാനം അണ്ണം ചെയ്ത് തരും. അതിൽ നിങ്ങൾ ടെൻഷൻ, ലോണിന്റെ കാര്യത്തിൽ ടെൻഷൻ ഒന്നും അടിക്കണം. 2016 3,00,000 ലാസ്റ്റ് പ്രൈസ് 3,50,000 പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയാ, ലോണ് 2,70,000 വെറും ചെറിയൊരു 10,60,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 60,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 2016 സെക്കൻഡ് ഓൺഷിപ്പിൽ വെറും 61,000 കിലോമീറ്റർ ഓടിയ വേഗം സ്വന്തമൊക്കെ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നമ്പർ നമ്മൾ ലൈവിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഹിസ്റ്ററി എല്ലാം നോക്കാം അല്ലെ? നോക്കേണ്ട ആവശ്യമില്ല. എഞ്ചിൻ ഭാഗങ്ങൾക്ക് ഗുഡല്ലേ? എല്ലാം ഗുഡാണ്. കാണിക്കാം. എഞ്ചിൻ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. കാരണം എന്താ പറയുക, എല്ലാവരും ചോദിക്കാറുണ്ട് തട്ടല മുട്ടല. കാരണം നമ്മൾ ഇത്ര ദൂരം വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി തട്ടിയിട്ടുണ്ട് മുട്ടിയിട്ടുണ്ട് മുട്ടല് വണ്ടി നമ്മൾ എടുക്കൂല, കൊടുക്കൂല. നിങ്ങൾ നോക്കിക്കോളൂ. അപ്രോണൊക്കെ നോക്കാം, ബാറ്ററി കാര്യങ്ങൾക്കൊക്കെ എല്ലാം അപ്രോണൊക്കെ. അതെ, കമ്പനി പേസ്റ്റ് ആണ്. അങ്ങനത്തെ കമ്പനി പേസ്റ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എഞ്ചിൻ ഭാഗങ്ങൾക്ക് ഗുഡാണ്. നോക്കോളൂ, ബാറ്ററി ഭാഗങ്ങളെല്ലാം ഗുഡ് തന്നെയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 3,50,000 രൂപയാണ്. 2,70,000 വരെ ലോൺ കിട്ടും അല്ലെ? 75,000 വരെ ലോൺ കിട്ടും. അടുത്തൊരു മാരുതിയുടെ എ സ്റ്റാറിന്റെ എത്രയുടെ മോഡല്? 2009 സിംഗിൾ ലേഡി ഓൺ ആക്കിയ 2029 വരെ പേപ്പർ. പുതിയ 2029 വരെ പേപ്പർ അലൈവിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ? കസ്റ്റമർ അലൈവിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നേരെ കമ്പനി ഹിസ്റ്ററിയാണ്. കമ്പനി ഹിസ്റ്ററിയാണ്. അതിന്റെ എല്ലാ പേപ്പറുകളും കമ്പനി സർവീസ് എല്ലാം പക്കാണ്. വീഡിയോസ് നോക്കി തന്നെ സീറ്റ് ഒക്കെ പക്ക ക്വാളിറ്റി ഒക്കെ തന്നെ വണ്ടി വെച്ചിട്ടുണ്ട്. ആയിക്കോളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 54 വരുന്ന എസ്റ്റർ LXI ആണ്. അലൈവിലൊക്കെ കസ്റ്റമർ ചെയ്യുന്നത് പക്ക ലുക്ക്. ടയേഴ്സ് ഒരു 4 ടയറും പുതിയതാണ്. എത്ര കിലോമീറ്റർ വരെ ഓടി? 85 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇന്ത്യൻ ഭാഗങ്ങളൊക്കെ പക്കാണ്. ഒന്നും നോക്കേണ്ട ആവശ്യം. സിംഗിൾ ഓണറിന്റെ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. പേപ്പർ കൈ കിട്ടണുള്ളൂ. ഓക്കെ, പേപ്പർ കൈ കിട്ടണുള്ളൂ. കാരണം അത് നേരിട്ട് മാരുതി കമ്പനി അവരുടെ പേരിലാക്കി കൊടുക്കും. അതെ, ഓണർഷിപ്പ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അവർ മാരുതി ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഓണർഷിപ്പ് മാരുതി കമ്പനി തന്നെ അവരുടെ പേരിലാക്കി കൊടുക്കും. 2000 മോഡൽ 2009 കമ്പനിയുടെ അടുത്തുള്ള വണ്ടിയാണ്. കമ്പനി പേപ്പർ ഉണ്ട്. എഞ്ചിൻ ഭാഗങ്ങളൊക്കെ ബോണ്ട് തുറന്നു തരാം കേട്ടോ. ബോണ്ടൊക്കെ തുറന്ന് കാണിച്ചു തരാം. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ബോണ്ട് തുറന്നു തരാം. ബോണ്ട് എഞ്ചിൻ ഭാഗം നോക്കോളൂ. അപ്രോണൊക്കെ പക്കാണ്. ഒന്നും കമ്പനി പേസ്റ്റ് ആണ്. ഇതൊക്കെ മൈലേജ് എത്ര വരുന്നുണ്ട്? ഇത് ഒരു 14 ഒക്കെ കിട്ടും അല്ലേ? 14 എസ്റ്റാർ ആയതുകൊണ്ട് 14-15 അടുത്ത് ഉള്ളൂ. ഇത് VXI LXI ആണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്രയാ? ഇത് ഒരു 1.60 ആണ്. ഒരു 1.55 കൊടുക്കാം. 1,50,000. നിങ്ങളുടെ പേര് പറഞ്ഞു വരികയാണെങ്കിൽ 1.5 എല്ലാം വർക്കിംഗ് ആണ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വെറും 1,50,000 രൂപ കൊടുക്കാം. നിങ്ങളുടെ പേരിൽ 2009 2029 പേപ്പർ. ഇൻഷുറൻസ് എത്രയുണ്ട്? ഇൻഷുറൻസ് ഫ്രഷ് ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഒന്നും നോക്കണ്ട. ഓയിൽ സർവീസ് എല്ലാം പക്കല്ല? എല്ലാം പക്കാണ്. സർവീസ് എല്ലാം പക്ക കണ്ടീഷൻ തന്നെയാണ്. സർവീസ് ബുക്ക് ഉണ്ട്. കമ്പനി സർവീസ്. ആസ്കിംഗ് പ്രൈസ് 1,50,000 രൂപയ്ക്ക് നമുക്ക് നല്ലൊരു എസ്റ്റാർ സ്വന്തം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നോക്കി തന്നെ മനസ്സിലായി. 5 വണ്ടിയാണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. വീഡിയോസ് ഇന്നോവയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. കാരണം അലിയണ്ണൻ
എല്ലാ സർവീസ് എല്ലാം ചെയ്ത് പക്ക കണ്ടീഷൻ നീറ്റായി തന്നെ വെച്ചിട്ട് വീഡിയോസ് നോക്കി തന്നെ വെച്ചാൽ നല്ല കണ്ടീഷൻ തന്നെ വെച്ചിട്ടുണ്ട് എല്ലാം. പിന്നെ ഒരു പ്രത്യേകിച്ച് ഒന്ന് പറയാം, നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടിയെല്ലാം നോക്കി ഇഷ്ടപ്പെടുന്ന ശേഷം വണ്ടി എടുക്കുക. കാരണം എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് ഒരു എപ്പോഴും ഒരു മെസ്സേജ് പറയാറുണ്ട്, നമ്മൾ ആദ്യമായിട്ട് ഒരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി അലിയണം പ്രത്യേകിച്ച് പറയാറുണ്ട്, എല്ലാം സർവീസ് ഓയിൽ സർവീസ് എല്ലാം നോക്കി എല്ലാം ചെയ്ത് വൃത്തിയായി തന്നെ ഈ 5 വണ്ടി വൃത്തി വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും 5 വണ്ടി വൃത്തിയായി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു മെസ്സേജ് ഉണ്ട്, വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വണ്ടിയെല്ലാം ഓട്ടി നോക്കുക. കാരണം അതിനുള്ള സ്ഥലമുണ്ട്, സ്പേസ്, റോഡ് എല്ലാം ബൈപ്പാസ് തന്നെയാണ്, ഹൈവേ തന്നെയാണ്. ഓട്ടിയെല്ലാം നോക്കുക, റണ്ണിങ് കണ്ടീഷൻ ഒക്കെ നോക്കി, AC എല്ലാം വർക്ക് ചെയ്യാൻ നോക്കുക. ബോണ്ട് പിന്നെ പരിചയമുള്ള ഒരാളിനെ വണ്ടിയെക്കുറിച്ച് അറിയാൻ കുഴപ്പമില്ല, വണ്ടിയെക്കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വണ്ടിയെല്ലാം നോക്കി ഇഷ്ടപ്പെടാൻ ശേഷം വണ്ടി എടുക്കുക. പിന്നെ വീഡിയോ കണ്ടത് മാത്രം വണ്ടി എടുക്കരുത്. വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടി നോക്കി ഇഷ്ടപ്പെടാൻ ശേഷം വണ്ടി എടുക്കരുത്. വണ്ടി അനിയലും പ്രത്യേകിച്ച് പറയാറുണ്ട്, എല്ലാ സർവീസ് എല്ലാം ചെയ്ത് ഓൾ സർവീസ് എല്ലാം പക്കാക്കി തന്നെ നിർത്തിയില്ല. എന്നാൽ പോലും നമ്മൾ നിങ്ങൾക്ക് വണ്ടിനെ കുറിച്ച് അറിയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരാളെ ഓടിച്ച് നോക്കി എല്ലാം ചെയ്ത് അതിനുള്ള സ്ഥലമുണ്ട്, സ്പേസ് എല്ലാം ഉണ്ട്. നിങ്ങൾ ഏത് റോട്ടിൽ കൂടെ വേണമെങ്കിലും ഓട്ടി എല്ലാ കണ്ടീഷൻ ഉണ്ട്. പിന്നെ എല്ലാം ഈ 5 വണ്ടി നല്ല വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ വീഡിയോ കണ്ടു വരുമ്പോൾ നല്ലൊരു പ്രത്യേകിച്ച് ഒരു ഓഫർ ഉണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് എത്ര വെച്ചാൽ പ്രൈസ് മൂപ്പനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യം ഇവിടെ ഷോറൂമിൽ എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട്. അത് നിങ്ങൾക്ക് സൗകര്യത്തോടെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി എടുത്ത് ഇന്നോവ മാറ്റാനോ അതിനുള്ള സംവിധാനം നമ്മുടെ എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ റീ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റ 2-3 വണ്ടികൾ മൂപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ രജിസ്ട്രേഷൻ വേണ്ടി കോഴിക്കോട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് ഇന്നോവ ക്രിസ്റ്റ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ, കിടുവായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്നെയും കോൺടാക്ട് മൂപ്പനെയും കോൺടാക്ട് ഡിസിഷൻ ബസ് കോൺടാക്ട് കൊടുക്കും. തീർച്ചയായും നമ്മൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് എക്സ്ചേഞ്ച് സൗകര്യം എല്ലാ സൗകര്യം നമ്മൾ ഈ ഷോറൂം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ വീട്ടിലാണ് ചെയ്യുന്നത്. നമ്മൾ ഷോറൂമിലാണെങ്കിൽ ഇവിടെയാണെങ്കിൽ കോൺടാക്ട് ചെയ്ത് മൂപ്പനെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അതിനുള്ള സംവിധാനം നമുക്ക് ഈ ഷോറൂമിൽ ചെയ്യാൻ പറ്റും. യൂട്യൂബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക, ഡിസിഷൻ കോൺടാക്ട് ചെയ്യുക, തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് മാർക്ക് എടുത്ത് അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ ബൈ.